ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനമായ ഇന്ന് ബഷീറിനെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരൻ്റെ ജനനം. പിതാവ് കായി അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഇവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായിട്ടുണ്ട്. കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു. പല ജോലികളും ചെയ്തു. ഏകദേശം 9 വർഷത്തോളം നീണ്ട അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പല ഭാഷകളും ബഷീർ ഗ്രഹിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്നും പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് മലയാള സാഹിത്യത്തിന് പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ വാക്കുകളുടെ മാന്ത്രികനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് കാലാതിവർത്തിയായി. ലോകമാകെ അലഞ്ഞു തിരിഞ്ഞ അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നപ്പോൾ മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിൻ്റെ എല്ലാ നോവുകളെയും ചിരിയിൽ പകർത്തി. ഭാഷയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു എഴുത്തുലോകം തീർക്കുകയായിരുന്നു അദ്ദേഹം. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കുറിച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. പ്രേമലേഖനവും പാത്തുമ്മയുടെ ആടും ഇമ്മിണിബല്ലി ഒന്നും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് ഒരു വ്യത്യസ്തമായ വായനാനുഭവം തന്നെയായിരുന്നു. ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കാൻ ബഷീറിന് കഴിഞ്ഞു. നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിൻ്റെ പ്രത്യേകത. അനുഭവങ്ങൾ വിവരിക്കാൻ അദ്ദേഹം സ്വന്തം ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇമ്മിണിബല്ലി 1, ചിരിപ്പിടിയോളം, മണിഷ്യ, ബുദ്ധൂസ്, വിഷാദ മധുര മോഹന കാവ്യം, വെളിച്ചത്തിനെന്തു തെളിച്ചം, സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബഷീർ മലയാളത്തിന് സമ്മാനിച്ചു. 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം മുതൽ അനേകം സിനിമകൾ ബഷീറിൻ്റെ കൃതികളെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ബഷീറിൻ്റെ മതിലുകൾ അടൂരിൻ്റെ തിരക്കഥയിൽ വെള്ളിത്തിരയിലെത്തിയപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്രാനുഭവങ്ങളിലൊന്നായി മാറി. 1982 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. 1994 ജൂലൈ 5 അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു. കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ചാരു കസാരയിൽ ചാരിക്കിടന്ന് സോജ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിൻ്റെ സുൽത്താൻ. വായനയുടെ വസന്തം ആസ്വാദകനിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനവും കടന്നു പോകില്ല. നന്ദി, നമസ്കാരം.